തോട്ടമുണ്ട്. ഹലോ എവ്രിവൺ, നിങ്ങൾക്ക് ഞാനെവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഷിക്കാഗോയിലാണെങ്കിലും ചെറിയൊരു കൊച്ചു കേരളത്തിലാണ്. ഓക്കെ, നോക്കിയാൽ ഈ ഒരു ആംബിയൻസ് ഒക്കെ നോക്കിയാൽ ഇവിടെ നാട്ടിലുള്ള എല്ലാ സൈസ് പച്ചക്കറികളും ഈ ബാക്ക് യാർഡിലുണ്ട്. ഇതാണ് ഒരു കൊച്ചു സന്തോഷം എന്ന് പറയുന്നത്. ഒരു 3-4 ദിവസത്തെ അല്ലെന്ന് 3-4 മാസത്തെ ആ ഒരു സമ്മർ ടൈമിൽ നമ്മുടെ മലയാളികൾ എന്നും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാന്നുള്ള അതിനൊരു സന്തോഷം തന്നെയാണ്. അത് എത്ര ബിസി ലൈഫാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നോക്കിക്കേ, ഇത് നമ്മുടെ പച്ചമുളകാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല പയറുണ്ട്. പയറൊക്കെ ബീൻസൊക്കെ കണ്ടോ, ഇതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. നല്ലൊരു ബീൻസ് തോരനൊക്കെ നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതിനുശേഷം ഈ കാണുന്നതൊക്കെ എല്ലാം മുന്തിരിയാണ് കേട്ടോ. നല്ല ഒന്നാം തരം മുന്തിരികളാണ്. നമുക്ക് മുന്തിരി അച്ചാറിടാം, മുന്തിരി പറിച്ചെടുക്കാം, നമുക്ക് മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കാം. പിന്നെ നോക്കിയേ, വെണ്ടയ്ക്ക, നല്ല വെണ്ടയ്ക്കായൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല കുഞ്ഞു വെണ്ടയ്ക്കായൊക്കെ ഉണ്ടായി ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ചീര, എന്തൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലേ ഈ ചീര. നോക്കിയേ, നല്ല റെഡ് ചീരകൾ. അതുപോലെ റെഡ് ചീര ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങപ്പുറം നോക്കുവാണെങ്കിൽ നല്ല പച്ച ചീരയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇറിഗേഷനാണ്. കാരണം ഇതിനകത്ത് ഉള്ള വെള്ളം ഈ നമുക്കറിയാമല്ലോ, ഈ ചെടിക്കൊക്കെ വെള്ളം വേണം. അതെല്ലാം വരുന്ന ഒരു ഇറിഗേഷനാണ്. നമ്മുടെ GK ആണ് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇൻട്രസ്റ്റോടും കൂടി ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അതിനോട് പ്രത്യേകം ടാലൻറ്റ് തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിനുണ്ട്. പിന്നെ നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ എന്താണെന്ന് നോക്കിക്കേ, നിങ്ങൾ കാണുമോ ഇത്? അമേരിക്കയിൽ നിന്ന് നോക്കിയാൽ വാഴ. ഈ ഇലവൻ്റെ നമ്മുടെ പള്ളിയിൽ, ഞങ്ങളുടെ ചർച്ച്, നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. ഈ പള്ളിയിലുള്ള പകുതി ആളുകളും ഇലയപ്പം ഉണ്ടാക്കുന്നത് ഈ ഇല കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓണത്തിനൊക്കെ ആണെങ്കിലും കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഇല കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ സാധാരണയായിട്ട് ഓണസദ്യ ഒരുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗാർഡനാണ്. പക്ഷെങ്കിൽ നല്ല ഭംഗിയുമാണ്. ഇത് നോക്കിയേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് മുല്ലയാണ്. ഇതിനകത്ത് ഇപ്പോൾ പൂവില്ല, പക്ഷെങ്കിൽ കഴിഞ്ഞ ആഴ്ച നല്ല പൂവുണ്ടായിരുന്നു. ആ പൂവ് എന്തൊരു മണമായിരുന്നു അറിയാം. നല്ല അപ്പം ഇത്രയും മനോഹരമായ ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ ഇതിൻ്റെ ഓണർ ആരാന്ന് ചോദിച്ചാൽ ഈ മഹത് വ്യക്തിയാണ്. ഞങ്ങൾ സ്നേഹത്തോടു കൂടി GK എന്ന് വിളിക്കും, ജോർജ് കുട്ടി. ഓക്കെ, പുള്ളിയുടെ അധ്വാനമാണ് ഇതിനെല്ലാം പുറത്ത്. വളരെ വർഷങ്ങളായിട്ട് വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ഒരു കൃഷിയാണ് പുള്ളിയുടെ. എല്ലാ വർഷവും സമ്മറിൽ ഞങ്ങളിവിടെ വന്ന് ഇത് എൻജോയ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.